ഹായ് ഡിയേഴ്സ്. അപ്പം നമ്മൾ സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണിത്. As far as the simple pendulum as considered in a two-dimensional oscillator, the degrees of freedom and number of constraints respectively are. സോ ഒരു സിമ്പിൾ പെൻഡലത്തിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? രണ്ട് പോസിബിൾ വേസ് ആണ് ഒരു സിമ്പിൾ പെൻഡലത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആർ തീറ്റ. സോ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്. എത്ര കൺസ്ട്രെയിൻ ഉണ്ട്? സിമ്പിൾ പെൻഡലത്തെ സംബന്ധിച്ച് അതിന്റെ ലെങ്ത് നമ്മൾ കൺസ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുവാണ്. സോ ഒരു കൺസ്ട്രെയിനും 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്. ഓപ്ഷൻ സി. ബൈ D'Alembert's പ്രിൻസിപ്പിൾ വൺ ക്യാൻ കൺവേർട്ട് എന്ത് ചെയ്യാം? ഡൈനാമിക് പ്രോബ്ലം ഇൻടു ഇക്വലന്റ് സ്റ്റാറ്റിക് പ്രോബ്ലം. ഡൈനാമിക് പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാനാണ് നമ്മൾ ഡെലംബർട്ട് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ഒരു സ്റ്റാറ്റിക് പ്രോബ്ലം ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. The least action state in the context of Hamiltonian Jacobi means. എന്താണ് ലീസ്റ്റ് ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? The action is minimized along the actual path taken by the system. ഏത് ആക്ച്വൽ പാത്തിൽ ആക്ഷൻ മിനിമം ആയിരിക്കും, അതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. Regarding the Police metrics of the following, which one of the following is correct? അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. പോലീസ് മെട്രിക്സ് എന്ന് പറയുമ്പോഴേക്കും സിഗ്മ എക്സ് ജസ്റ്റ് എടുത്ത് നോക്കാം. സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ 0 1 1 0 ആണ്. സ്ക്വയർ എടുക്കുമ്പോൾ എങ്ങനെ വരും? 0 1 1 0 ഇൻറ്റു 0 1 1 0. സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? സോൾവ് ചെയ്യുമ്പോൾ 1 0 0 1. സോ 1 ആണ്. ഇതുപോലെ സിഗ്മ വൈയും സിഗ്മ ഇസഡും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നത്. അതുപോലെ സിഗ്മ പ്ലസ് സ്ക്വയറും സിഗ്മ മൈനസ് സ്ക്വയറും ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദ പ്രോഡക്റ്റ് ഓഫ് ദ പ്രഷർ ആൻഡ് വോളിയം ഓഫ് ആൻ ഇലക്ട്രോൺ ഗ്യാസ് അറ്റ് 0 Kelvin. അപ്പം അത് നമുക്കറിയാം. പ്രഷറിന്റെ ഇക്വേഷൻ 2/5 N EF by V ആണ്. പ്രഷർ, വോളിയം, ഫെർമി എനർജിയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണിത്. പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം എന്നാണല്ലോ ചോദിച്ചത്. അപ്പൊ എന്ത് പറ്റും? ഈ പ്രഷറും വോളിയം കൂടി നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാം. ഈക്വൽ ടു 2/5 N EF. N is equal to 1 ആണെങ്കിൽ എന്ത് വരും? ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആണ്. ഹോൾ ഇഫക്റ്റ് ഈസ് ആൻ എക്സ്പെരിമെന്റ് യൂസ് ടു മെഷർ ദി സൈൻ ഓഫ് ചാർജ് കാരിയേഴ്സ് ആണ്. സൈൻ പോസിറ്റീവ് ആണെങ്കിൽ മെജോറിറ്റി കാരിയർ ഹോൾ ആണെന്നും, സൈൻ നെഗറ്റീവ് ആണെങ്കിൽ മെജോറിറ്റി കാരിയർ ഇലക്ട്രോൺ ആണെന്നും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിനാണ് നമ്മൾ ഹോൾ എഫക്റ്റ് എക്സ്പെരിമെന്റ് ഉപയോഗിക്കുന്നത്.